കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിത് കിട്ടണം. സ്വന്തം ജീവിതം പോലും മറന്ന് ചേച്ചി വീടിന് വേണ്ടി ജീവിച്ചതിന് എനിക്കിത് തന്നെ കിട്ടണം. ഇതാ പണ്ടുള്ളവര് പറയുന്നത് അവനവന്റെ കൈ അവനവന്റെ തലക്കീഴിൽ തന്നെ ഇരിക്കണമെന്ന്. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. ഞാനിങ്ങനെ ആരെ സ്നേഹിക്കാൻ പാടില്ലാലെന്ന. ചേച്ചി ഇങ്ങനെ കൊച്ചു പിള്ളേർ പോലെ തുടങ്ങല്ലേ. മുത്തശ്ശി അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെന്നൊക്കെ പറഞ്ഞു കരുതി. എന്താണോ പറഞ്ഞത്? എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോനല്ലേ പറഞ്ഞേ? എന്തോ ഞാനങ്ങനെ കേട്ടില്ല. കേൾക്കില്ല, ആരും കേൾക്കില്ല. അല്ലെങ്കിലും എന്റെ ഒരു ആവശ്യം വരുമ്പോ ആരും ഒന്നും കേൾക്കത്തില്ല. എന്ന് മുതലാ ചേച്ചി ഞാനും നീയൊക്കെ ഉണ്ടായത്? ഓർമ്മ വെച്ച കാലം മുതല് ചേച്ചി ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലല്ലേ കാണുന്ന. തിരിച്ചിന്ന് വരെ എന്റെ കാഴ്ചക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഈ വീട്ടിൽ എപ്പോഴെങ്കിലും ഞാനൊരു അന്യർത്ഥിയെ പോലെ പെരുമാറിയിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ചേച്ചിയോട് ഞാൻ സംസാരിക്കുന്നത്. ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോയാ മുത്തശ്ശി സഹിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിട്ടെന്താ? മോള് നേരി കണ്ടതല്ലേ. ആ മനസ്സില് എനിക്കിപ്പോ ഒരു സ്ഥാനവും ഇല്ല. ചേച്ചി ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ മോളുടെ മുത്തശ്ശിക്ക് സന്തോഷമാവത്തേ ഉള്ളൂ. അതൊക്കെ ചേച്ചിക്ക് ചുമ്മാതെ തോന്നുന്നതാ. ഒന്ന് ഇറങ്ങിപ്പോയി നോക്ക്, അപ്പൊ അറിയാം. ഇറങ്ങിപ്പോവാൻ തന്നെയാ എന്റെ തീരുമാനം. പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയാനുമില്ല. എത്ര പറഞ്ഞാലും ചേച്ചിക്ക് എന്താ മനസ്സിലാവാത്തത്? ഒന്നുമില്ലെങ്കിലും മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെങ്കിലും ചേച്ചി ഒന്ന് ആലോചിക്കണ്ടേ? എന്റെ മാനസികാവസ്ഥ എന്താ ആരും ആലോചിക്കാതെ? വലിയ കാര്യമാണെങ്കിലും എനിക്കും ഉണ്ടൊരു മനസ്സ്. അവിടെ ഉണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. ശരിക്കും എടുത്തിട്ടാ ഞാൻ പോന്നേ. വെറുതെ എന്നെ തടയാവുന്ന ആരും വിചാരിക്കണ്ട. ആകെ ബാക്കിയുള്ളത് ഇത്തിരി ആത്മാഭിമാനമാ. ദയവ് ചെയ്ത് അതും കൂടെ ഇല്ലാതാക്കല്ലേ മോളെ. വിട്ടേക്ക്, ഗോമതിയുടെ പാട്ടിന് വിട്ടേക്ക്. ചെയ്തതിലെ ശരിയും തെറ്റൊന്നുമല്ല. പക്ഷേ ആ പയ്യന് പറയാനുള്ളത് കേൾക്കായിരുന്നു. ജീവിതത്തിൽ ഇത്രയും ദൂരെ കൂടെ യാത്ര ചെയ്തു വന്നയാളല്ലേ. ഇന്നലെ കണ്ടവരെക്കാൾ ഏതായാലും നാളെ ഉപകരിക്കുന്ന അയാളായിരിക്കും. നിങ്ങൾക്കിടയിലെ സത്യാസത്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാ. കാലം വല്ലാത്തതാ. ആരെയും ഒന്നിനെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല മോളെ. ഏട്ടത്തിയെ, ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ ഈ ബംഗ്ലാവ് മുഴുവനും അരിച്ചു പറക്കിയല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ, ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ ഇപ്പൊ വരാം മോളെ. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാകത്തെ? നിങ്ങളാര്? മദർ തെരേസയോ? എങ്ങാണ്ടെന്ന് കയറി വന്ന പെണ്ണിനോട് ദീനാനുകമ്പ കാണിക്കാൻ നിങ്ങൾ നന്നാവില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക അല്ലേ? ചോറ് ഇവിടെയും കൂറ് അവിടെയും കൊള്ളാം. ഇതെങ്ങാനും മുതലാളി അറിഞ്ഞ നിങ്ങളെ കൊന്ന് കറി പീസാക്കി ഫാമിലെ പന്നികൾക്ക് തിന്നാനിട്ട് കൊടുക്കും. വെറുതെ എന്തിനാ പെണ്ണുമ്പിള്ള പന്നിക്കാഷ്ടാവാൻ നടക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുത്താ പോരെ? നന്നാവില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിധി വരുന്ന എന്താന്ന് വെച്ചാ ഒറ്റയ്ക്ക് അനുഭവിച്ചോ, അല്ലാതെ ഞാൻ എന്ത് പറയാ. മോളെ, ഞാൻ ഇറങ്ങുക. മുത്തശ്ശിയോട് യാത്ര പോലും പറയാതെയോ? അതിന്റെ ആവശ്യമുണ്ടോന്ന് തോന്നുന്നില്ല. എന്നെ വേണ്ടാത്തവരോട് ഞാൻ എന്തിനാ യാത്ര പറയുന്നേ? വേണ്ടാന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചല്ലേ, പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മോളെ, ഉടുതുണി മാത്രമേ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നുള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് പരിശോധിക്കാൻ പറ.
നാളെ അത് കാണാതെ പോയി ഇത് കാണാതെ പോയി പിന്നെ വേലക്കാരി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞേക്കരുത്. കഷ്ടമുണ്ട് ചേച്ചി. ചേച്ചിക്ക് ഇത്രയും വിവരമില്ലെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. കുറച്ചു വൈകിയാണെങ്കിലും ഗോമതിയെ മോൾക്ക് മനസ്സിലായല്ലോ. നന്ദിയുണ്ട്. എന്നാ പോട്ടെ. ഇതിൽ കൂടുതലൊന്നും എനിക്കിനി പറയാനില്ല. മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ട? ചേച്ചിയുടെ മാപ്പ് പറയണോ അതോ കാല് പിടിച്ച് യാചിക്കണോ? അതിന് മോള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തത് ഗോമതി ചേച്ചിയല്ലേ. ആ തെറ്റിനുള്ള ശിക്ഷ ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു. നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. അല്ലെങ്കിലും അതിപരിചയം അവഹേളനമെന്ന് പണ്ടുള്ളവര് പറഞ്ഞത് എത്ര ശരിയാ. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. എന്നാലും നിലയും വിലയും മറന്ന് പെരുമാറുന്നത് ഞാനല്ലേ. മോളുടെ മുത്തശ്ശി പറഞ്ഞതാ ശരി. വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചേച്ചി, അടുക്കള വിട്ട് അരങ്ങിലേക്ക് ഇറങ്ങാൻ നോക്കിയാൽ ആരെങ്കിലും സമ്മതിച്ചു തരുമോ? ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? ഇത് ചോദിക്കാൻ മോൾക്കെങ്കിലും തോന്നിയല്ലോ. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പോയല്ലേ പറ്റൂ. ചേച്ചി, വാകേറിയ ദൈവം എരയും തരും. അല്ലെങ്കിൽ പിന്നെ ഇതെന്റെ വിധിയാണെന്ന് ഞാൻ വിചാരിച്ചോളാം. പിന്നെ ആദ്യക്കൂട്ടം തിരികെ വരുമ്പോ ഗോമതി ചേച്ചി എവിടെയെന്ന് ചോദിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാന്ന് പറഞ്ഞാ മതി. മുത്തശ്ശിയെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ചേച്ചി. എന്നാ ഞാൻ പോട്ടെ മോളെ. ചേച്ചി, ഗോമതി, ആരോട് ചോദിച്ചിട്ടാണ് നീ പോകുന്നേ? മൂക്കളെ ഒലിപ്പിച്ച് നടന്ന പ്രായത്തിൽ നിന്റെ കൈ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലേടി ഞാൻ. എന്നാടി ഞാൻ നിന്നെ ബാല്യക്കാരിയായിട്ട് കൂട്ടിയിട്ടുള്ളത്? നീ എന്താ പറഞ്ഞേ? നീ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകുന്നുണ്ടോന്ന് ആരാന്ന് വെച്ചാ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കള്ളിയാ. മുത്തശ്ശി, ചുണയുണ്ടെങ്കിൽ ആ മോഷ്ടിച്ച മുതൽ ഇവിടെ തിരിച്ചു വെച്ചിട്ട് പോടി. ഇത്രയും കാലം ഞാൻ നിനക്ക് തന്ന സ്നേഹം, വിശ്വാസം തിരിച്ചു വയ്ക്കടി. എന്നിട്ട് പോയാ മതി നീ ഇവിടുന്ന്. അമ്മേ, അയ്യോ, കേറി പോടിയകത്ത്.